പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് ഈശോയെ സ്നേഹിക്കുക മാത്രം ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നുണ്ടാകും. മോശ ചെങ്കടലിൻ്റെ മുൻപിൽ നിൽക്കുന്നത് പോലെ ഒരവസ്ഥ. എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. ഈ വഴിക്ക് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പ്രിയ സഹോദരങ്ങളെ, എല്ലാവരാലും ഒറ്റപ്പെടുന്ന അവസ്ഥ. പക്ഷേ എൻ്റെ യേശുവിനെ സ്നേഹിക്കാനുള്ള ഒരു നല്ല മനസ്സെനിക്കുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, എൻ്റെ യേശു മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ, എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ എല്ലാ കാര്യങ്ങളെയും നന്മയ്ക്കായി അവൻ സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ കാലത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ദൈവദാസന്മാരുടെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. തമ്പുരാനെ സ്നേഹിക്കുക മാത്രം ചെയ്യുക, യേശുവുമായിട്ടുള്ളൊരു വ്യക്തി ബന്ധത്തിനായിട്ട് ശരിക്കും സിൻസിയറായിട്ട് ആഗ്രഹിക്കുക മാത്രം ചെയ്യുക. ദൈവം പൊന്നുപോലെ, ദൈവം തൻ്റെ കൈക്കുമ്പിളിൽ നമ്മളെ ചേർത്ത് പിടിച്ച ഒരുപാട് അനുഭവങ്ങൾ പ്രിയ സഹോദരങ്ങളെ പങ്കുവയ്ക്കാനുണ്ട്. ഒരുപാട് പേരുടെ ഷെയറിങ്ങിൽ അത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ പ്രതികൂലങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ നഷ്ടധൈര്യരാകരുത്. ഒറ്റ കാര്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുള്ളൂ. പിശാച് ശരിക്കും നമ്മുടെ യേശുവുമായിട്ടുള്ള ബന്ധത്തെയാണ് ശരിക്കും കൂച്ചുവിലം ഇടുന്നത്. യേശുവിനെ സ്നേഹിക്കാനുള്ള ഒരു അധമ്യമായ ഒരു ആഗ്രഹത്തിന് വേണ്ടി സഹോദരങ്ങളെ നമുക്ക് ആഗ്രഹിക്കാം. യേശുവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായി സ്നേഹിച്ച് വ്യക്തിപരമായിട്ട് യേശുവിനെ പ്രവർത്തിക്കാൻ ഇട നൽകുകയാണെങ്കിൽ അവിടുന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ദുരന്തങ്ങളും എൻ്റെ നന്മയ്ക്കായിട്ട് അവിടുന്ന് രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മളൊരു പാട്ട് പാടാറില്ലേ? എല്ലാം നന്മയ്ക്കായി മാറ്റണമേ, എല്ലാം നന്മയ്ക്കായി മാറ്റണം. യേശു എല്ലാം മാറ്റും, എല്ലാം നന്മയ്ക്കാക്കിയിട്ട് അവൻ മാറ്റും. ഓ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ സകലതും നന്മയ്ക്കായി മാറ്റുന്ന യേശുവുമായിട്ടുള്ളൊരു അഭേദ്യമായ ബന്ധം രൂപപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.